ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. അധ്യായം 16 ദേവാസുരഭാവങ്ങൾ. ശ്ലോകം 17. ആത്മസംഭാവിതാഃ സ്തബ്ധാ ധനമാനമദാന്യുതാഃ യജന്തി നാമയജ്ഞൈസ്തേ ദംഭേനാവിധിപൂർവകം. വിവർത്തനം. നിഷേധികളും സ്വയം സംതൃപ്തരുമായി സമ്പത്ത്, ദുരഭിമാനം ഇവയാൽ വ്യാമോഹിതരായി അഹങ്കാരത്തോടെ അവർ ചിലപ്പോൾ വൈദിക വിധികൾ അനുസരിക്കാതെ തന്നെ പേരിന് ചില യജ്ഞങ്ങൾ അനുഷ്ഠിക്കാറുണ്ട്. ഭാവാർത്ഥം: തങ്ങളാണെല്ലാമെല്ലാമെന്നോർത്ത് വേദഗ്രന്ഥങ്ങളിലെ നിബന്ധനകളെയോ പ്രാമാണികരെയോ അനുസരിക്കാതെ അവർ ചിലപ്പോൾ പേരിനു വേണ്ടി മാത്രം ചില യജ്ഞങ്ങൾ അനുഷ്ഠിക്കാറുണ്ട്. പ്രാമാണിക ഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കാത്ത അവർ നിഷേധികൾ തന്നെ. സ്വത്ത് കുന്നുകൂടുന്നതിൻ്റെയും മിഥ്യാഹംഭാവത്തിൻ്റെയും ഫലമായുണ്ടാകുന്ന വ്യാമോഹമാണ് ഇതിന് കാരണം. അത്തരക്കാർ സന്ദർഭം വന്നാൽ ആചാര്യൻ്റെ നില കൈക്കൊണ്ട് ആളുകളെ വഴിതെറ്റിച്ചേക്കാം. മത പുനരുദ്ധാരകരോ ഈശ്വരാവതാരങ്ങളോ ആയി അറിയപ്പെട്ടെന്നും വരാം. അവർ യജ്ഞകർമ്മത്തെ കാഴ്ചവേലയാക്കി തീർക്കും. ദേവന്മാരെയോ തങ്ങൾ സ്വയം സൃഷ്ടിച്ച ഒരു ഈശ്വരനെയോ പൂജിക്കും. സാമാന്യ ജനങ്ങൾ ഇവരെ ഈശ്വരനെന്ന് കരുതി വാഴ്ത്തുകയും ആരാധിക്കുകയും ചെയ്യുന്നു. മൂഢന്മാർ അവരെ മതസിദ്ധാന്തങ്ങളിലും ആധ്യാത്മിക ജ്ഞാനത്തിലും ഒട്ടേറെ പുരോഗമിച്ചവരെന്ന് കരുതി ആദരിക്കുന്നു. സന്യാസിമാരുടെ വേഷം ധരിച്ചുകൊണ്ട് ഇക്കൂട്ടർ കൊള്ളരുതായ്മകളെല്ലാം കാണിക്കുന്നു. ഈ ലോകത്തെ തന്നെ ത്യജിച്ച ഒരാൾക്ക് പല നിബന്ധനകളും അനുഷ്ഠിക്കേണ്ടതുണ്ട്. അസുര സ്വഭാവികൾ അത്തരം വിലക്കുകളൊന്നും വിലവെക്കാറില്ല. തനിക്ക് വേണ്ടുന്ന വഴി താനുണ്ടാക്കണം, ഏവരും അവശ്യം നടക്കേണ്ടതായ ഒരു മാർഗമില്ല തന്നെ എന്നാണ് അവർ കരുതുന്നത്. എല്ലാത്തരം വൈദിക വിധികളോടുമുള്ള അവജ്ഞയെ സൂചിപ്പിക്കുന്നു അവിധിപൂർവകം എന്ന വാക്ക്. അജ്ഞാനത്തിൻ്റെയും വ്യാമോഹത്തിൻ്റെയും ഫലമായിട്ടാണ് ഈ മനോഭാവം ഉണ്ടാകുന്നത്. ശ്ലോകം 18. അഹങ്കാരം ബലം ദർഭം കാമം ക്രോധം ച സംശ്രിതാഃ മാമാത്മപരദേഹേഷു പ്രദ്വേഷന്തോഭ്യസൂയകാഃ. വിവർത്തനം. അസുരന്മാർ മിഥ്യാഹങ്കാരം, ബലം, ഗർവം, കാമം, ക്രോധം ഇവയാൽ സംഭ്രാന്തരായി തങ്ങളുടെയും അന്യരുടെയും ശരീരങ്ങളിൽ കുടികൊള്ളുന്ന പരമദിവ്യോത്തമ പുരുഷനോട് ഈർഷ്യാലുക്കളായി തീർന്ന് ശരിയായ ധർമ്മത്തെ പഴിക്കുന്നു. ഭാവാർത്ഥം: ഈശ്വരന്റെ അതീശത്വത്തെ സദാ എതിർക്കുന്ന ആസുര സ്വഭാവികൾ ധർമ്മശാസ്ത്രങ്ങളിൽ വിശ്വസിക്കില്ല. അവയെക്കുറിച്ചും പരമപുരുഷന്റെ സത്യയെക്കുറിച്ചും ഈർഷ്യാലുക്കളാണവർ. തങ്ങളുടെ ദുരഭിമാനവും ശക്തിയും സമ്പാദിച്ചു കൂട്ടിയ ധനവുമാണിതിന് കാരണം. ഈ ജീവിതം വരാൻ പോകുന്ന ജീവിതത്തിന് തയ്യാറെടുക്കലാണെന്ന് അസുര സ്വഭാവിക്കറിയില്ല. അവർ മറ്റുള്ളവരോട് മാത്രമല്ല തന്നോട് തന്നെയും ഈർഷ്യാലുവാവുകയും അന്യരുടെ ശരീരങ്ങളെയും സ്വശരീരത്തെയും ദ്രോഹിക്കുകയും ചെയ്യുന്നത് അതുകൊണ്ടാണ്. ഭഗവാന്റെ പരമാധികാരത്തെ അവഗണിക്കുന്നതിനു പോലും അജ്ഞരായ ഇക്കൂട്ടർക്ക് മടിയില്ല. ധർമ്മഗ്രന്ഥങ്ങളോടും ഭഗവാനോടും ഈർഷ്യാലുക്കളായ അവർ ഈശ്വര സത്യയെപ്പറ്റി മിഥ്യാവാദങ്ങൾ ഉന്നയിക്കുകയും ധർമ്മശാസ്ത്രങ്ങളെ നിഷേധിക്കുകയും ചെയ്യുന്നു. ഏതു പ്രവൃത്തിക്കും താൻ സ്വതന്ത്രനും ശക്തനുമാണെന്നവർ വിചാരിക്കുന്നു. ശക്തി കൊണ്ടും പ്രഭാവം കൊണ്ടും സമ്പത്തുകൊണ്ടും തന്നോട് തുല്യനായി മറ്റാരുമില്ലെന്നും അതിനാൽ അയാൾ ഏതുവിധം പ്രവർത്തിച്ചാലും ആർക്കും തടയാനാവില്ല എന്നും അയാൾ ചിന്തിക്കുന്നു. തൻ്റെ കാമഭോഗങ്ങൾക്ക് വിലങ്ങടിച്ചു നിൽക്കുന്ന ഏതൊരാളെയും നശിപ്പിക്കുവാനും അയാൾ മടിക്കില്ല. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു.